ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയുടെ കരണവും അടിച്ചു പൊട്ടിച്ച് അവിടെ നിന്ന് അനന്തപുരി തറവാടിൻ്റെ പടി കിടക്കാനുള്ള അവകാശം നിനക്കുണ്ടായിരുന്നോ, യോഗ്യത നിനക്കുണ്ടായിരുന്നോ എന്നൊക്കെ നന്ദു ചോദിക്കുമ്പോൾ അവിടെ പലർക്കും അതില്ലായിരുന്നു എന്ന് അനാമിക പറയുക. കിട്ടിയതൊന്നും പോരാ അനാമികയ്ക്ക്. അപ്പം ഇല്ലടി, അവർക്കും ആ ഒരു യോഗ്യത ഇല്ലായിരുന്നു. പക്ഷെ സ്നേഹം കൊണ്ടാണ് അവർ ആ വീട്ടിലുള്ള മനുഷ്യരുടെ മനസ്സിലിടം കണ്ടെത്തിയത്. അത് നിനക്ക് കഴിയാതെ പോയെങ്കിലേ അത് നിന്റെ മാത്രം പോരായ്മയാണെന്നും നീ ശരിക്കും ഇപ്പോൾ അവിടെ പിടിച്ചു നിൽക്കുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കടത്തിൽ മുങ്ങി അച്ഛനും അമ്മയും പറഞ്ഞു കാണും. ആ കടങ്ങൾ വീട്ടാനുള്ള ഒരേ ഒരു മാർഗം അനന്തപുരി തറവാടാണെന്നല്ലേടി. ആത്മാഭിമാനം ഒരുപാടുള്ള കൂട്ടത്തിലുള്ളവരാണല്ലോ അവര്. അപ്പം പിന്നെ ഒരു കേസും വഴക്കും വന്നാൽ കോംപ്രമൈസിന് വേണ്ടി അവരെന്തും ചെയ്യുമല്ലോ. ഇങ്ങനെ നാണം കെട്ട വർഗങ്ങളെന്നും പറഞ്ഞ് നന്ദു വേണു ദേ ഇനി കൂടുതൽ ഷോ നീ കാണിച്ചാൽ തനി ഇരുന്നുണ്ണില്ല, ഓർത്ത് വെച്ചോ എല്ലാവരും എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു നല്ല സ്റ്റൈലിഷ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങ് പോരും കേട്ടോ. അനാമികയ്ക്ക് തല്ലി കൊണ്ടത് മാത്രം മിച്ചം. അനാമിക ഇങ്ങനെ ഇറങ്ങി, നന്ദു ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അനാമിക ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. അമ്മ മോൾക്കരികിൽ ചെന്നിട്ട് കവിളിൽ ഇങ്ങനെ തടവി കൊടുത്തു. ദേ മോളുടെ കവിള് ചുവന്ന് കിടക്കുന്നത് കണ്ടോ? ഒരച്ഛനായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യാനാ, നമ്മളാണ് അവളും അനിയും തമ്മിലുള്ള രംഗങ്ങൾ അവൻ്റെ വീട്ടുകാരെ കാണിച്ചതെന്നുള്ളത് അവൾക്കും മനസ്സിലായി. അത് അവൾ സൈബർ സെല്ല് വഴി ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന കാര്യവും പിന്നെ എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പറ്റുമോ എന്നും ചോദിക്കുവാണ് വേണു. അപ്പോൾ എൻ്റെ കവളത്ത് തല്ലിയതിന് അവൾക്കിട്ട് ഞാൻ പണി കൊടുത്തിരിക്കുമെന്നും പറഞ്ഞ അനാമിക ഒരു കാരണവശാലും അവൾ അനന്തപുരി തറവാട്ടിൽ കയറില്ല എന്നും പറഞ്ഞ് ഈ അനാമിക ഇങ്ങനെ വീണ്ടും വാശിയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇതും പറഞ്ഞ് അനാമിക എങ്ങോ പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നവ്യ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അഭി വന്നു. അപ്പോഴേക്കും ചാടി, നീ എന്തിനാടാ നിന്റെ അമ്മയും അമ്മായിയും ഉണ്ടാക്കിയ കറികളെക്കാളും നല്ലതാണ് മൂത്ത അമ്മായി ഉണ്ടാക്കിയ കറികൾ എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ മൂത്ത അമ്മായിയെ അനുകൂലിച്ച് നിന്നേ പറ്റുള്ളൂ എന്ന് അഭി പറയുക. അവർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ പിന്നെ പ്രതികാര നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നീ എന്തിനാ എല്ലാത്തിനും അവരെ ഇങ്ങനെ ഭയക്കുന്നതെന്ന് ചോദിച്ചു നവ്യ. നിന്റെ ചേട്ടൻ കമ്പനിയുടെ MD ആണെന്ന് പറഞ്ഞ് നിനക്ക് സത്യം പറയാനൊന്നും പറ്റത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സത്യമാണല്ലോ പറഞ്ഞത്. എന്ത് സത്യം? അല്ല, എന്തൊക്കെ പറഞ്ഞാലും ദേവമായി ഉണ്ടാക്കിയ കറികൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം നവ്യയോട് പറയുക. പിന്നെ അമ്മയും ഇളയമയും കൂടെ ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് അതിന് തന്നെ ആയിരുന്നു. അല്ല, നീ അത് കഴിച്ചു നോക്കിയില്ലല്ലോ. ദേ എന്നാലും ഇപ്പോഴത്തെ ഈ വീടിൻ്റെ സാഹചര്യം വെച്ച് നീ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അഭി. ഇവിടെ 2 അടുപ്പുണ്ടായത് എങ്ങനെയാടാ? ഇതിനകത്തുള്ള നിങ്ങൾ കൊച്ചുമക്കളെയൊക്കെ 2 രീതിയിലാണ് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോലും കാണുന്നത്. അത് സഹിക്കാൻ വയ്യാതെയല്ലേ ഒരു വീടിനകത്ത് 2 പാചകം പോലും ഇപ്പം നടക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലാത്ത വീടായിരുന്നില്ലേ ഇത്? ഇതെന്നും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും അല്ലായിരുന്നല്ലോ. എന്നിട്ട് അവരിതെല്ലാം ഇപ്പം സഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നയത്തിൽ വേണം നവ്യ നിൽക്കാൻ. ഒരു കാരണവശാലും നമ്മൾ ആരുടെയും പക്ഷം പിടിക്കാൻ പാടില്ല എന്നും പിന്നെ അത്യാവശ്യം ഈ വീടിനകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് അനാമിക. അവളെ മുൻനിർത്തി ഇനി നമ്മൾ കളിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പം അത്തരം കളികളോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് നവ്യ അന്നേരം പറഞ്ഞു. നിനക്ക് ആദർശേട്ടൻ്റെ പ്രവർത്തികൾ ഇപ്പോഴും ദഹിച്ചിട്ടില്ലല്ലോ. അതൊക്കെ പുറലോകത്ത് അറിയിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് അനാമികയെന്നും അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും പറഞ്ഞു കൊടുക്കുക. കല്യാണത്തിന് മുൻപ് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് മാന്യനായിട്ട് നടക്കുകയാണ് ഇവിടെ ഒരുത്തനെന്നും പറഞ്ഞ് അഭികടനങ്ങ് സംസാരിക്കുക. എന്നെക്കാളും ഒരുപാട് താഴെയാണിപ്പോൾ. അതിൻ്റെ കോംപ്ലക്സ് ആണ് അവൻ എൻ്റെ മേലെ കാണിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് അത് നമ്മൾ നേരിട്ടല്ല വളഞ്ഞ വഴിയിലൂടെ വേണം അവന് തിരിച്ചടി കൊടുക്കാനെന്നൊക്കെ പറഞ്ഞ് തട്ടിവിടുക കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ അങ്ങനെ ഒരു പ്രകടനം പോലും നടത്തിയത്. അതിനെ നീ തെറ്റായ അർത്ഥത്തിലൊന്നും എടുക്കണ്ടെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ നവ്യ ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. അപ്പോൾ നവ്യെ തൽക്കാലം പിടിച്ച് നിർത്തിയെന്നുള്ള ഒരു വിശ്വാസത്തിൽ അഭി ഇങ്ങനെ നിൽക്കുക. അഭിക്ക് എന്നാലും കേട്ടോ, കലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക അവിടെ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന വേണുവും മോളും ഒക്കെ ഇങ്ങനെ ചായ കുടിക്കുക. അപ്പോൾ അവൾ പഴയ കേസൊക്കെ കുത്തിപ്പൊക്കിയാൽ അത് ഒരുപാട് ദോഷം ചെയ്യും രേവതി നമുക്ക് വേണു ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവളൊരു SI ആയതുകൊണ്ട് അവൾ എന്തും ചെയ്യുമെന്നും പറഞ്ഞു. എന്ന് കരുതി ഭയന്നൊരു മൂലക്കിരിക്കാനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് അനാമിക. അവൾ എൻ്റെ കരണത്തെ അടിച്ചത് അതൊക്കെ ഞാൻ അനിയുടെ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും എൻ്റെ കവളത്തെ പാടിൻ്റെ ഫോട്ടോയും അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട്
എന്നിട്ടെന്താ ആ വിഷ്വൽസൊക്കെ അവൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ കാണിക്കട്ടെ വേണുവേട്ട, കാണിക്കട്ടെ എന്ന് രേവതി. നമുക്കിനി രണ്ടും കൽപ്പിച്ച് ജീവിച്ചേ പറ്റുമെന്ന് പറയുമ്പം അത് തന്നെ അച്ഛാ നല്ലതെന്ന് അനാമികയും പറയുക കേട്ടോ. പിന്നെ ഞാൻ ആ വീട്ടിൽ ജീവിക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അനന്തമൂർത്തിയും അയാളുടെ ഭാര്യയും ഞാനതിനെ നോക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ല. അനന്തമൂർത്തിക്ക് വലിയൊരു രോഗം ഉണ്ടായിരുന്നു, അയാൾക്ക് ഇപ്പം അതൊന്നും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ എനിക്കതൊന്നും പ്രശ്നമല്ല. അയാൾ ചത്താലും ജീവിച്ചാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ലത്. ഇനി ഇതിൻ്റെ പേരിൽ കളവിന് ഹാർട്ട് അറ്റാക്ക് വരുവാണെങ്കിൽ അങ്ങ് വരട്ടെ. എന്നാലും ശരി, നമ്മുടെ മനസമാധാനം ആ വീട്ടിലുള്ളവർ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളവരുടെയും പോണമെന്നും പറഞ്ഞ് അനാമിക നിന്നിങ്ങനെ പറയുക. അപ്പം അത് തന്നെയാണ് മോളെ നമ്മൾ ചെയ്യേണ്ടതെന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ നീ അല്ലല്ലോ ആ രംഗങ്ങളൊക്കെ അവരെ കാണിക്കുന്നത്, അനിയുടെ അമ്മയല്ലേ, അതിന് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മകൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുമ്പം ആ രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് അനന്തമൂർത്തിക്ക് സഹിക്കത്തില്ല എന്നും അങ്ങേര് അനന്തപുര തറവാട്ടിലോട്ട് വന്ന മരുമക്കളൊന്നും ബന്ധം പിരിഞ്ഞു പോകരുത് എന്ന് നിർബന്ധമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെയുള്ളപ്പോൾ അങ്ങേരുടെയും അങ്ങയുടെ കെട്ടികളുടെയും ആ സ്വഭാവം വേണം നമ്മൾ ചൂഷണം ചെയ്യാനെന്ന് വേണു വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അയാൾ നിനക്ക് പാരിതോഷികങ്ങൾ തരണം മോളെ, അതിലാണ് നമ്മുടെ വിജയം. ഇനി അങ്ങനെ ഒരു വ്യവസ്ഥയിൽ മാത്രമേ നീ അങ്ങോട്ട് പോകാനും പാടുള്ളൂ എന്നും പറഞ്ഞ് പറയുക. പിന്നെ അതിനിടയിൽ ഈ നന്ദു എന്ന് പറയുന്നവൾ എന്തൊക്കെ പരാക്രമം നടത്തുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നും രാത്രി വീട്ടിനകത്ത് കയറി തല്ലുന്നതാ സഹിക്കാൻ പറ്റാത്തതെന്നൊക്കെ വേണു പറയുക. തല്ലിയ കൊള്ളാനല്ലാതെ തിരിച്ചു തല്ലാനോ കേസെടുക്കാനോ ഒന്നിനും നമുക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇനി അങ്ങനെ തല്ലുകയാണെങ്കിലേ ഗുണ്ടകളെ വെച്ച് അച്ഛനും അവളെ തല്ലിക്കാൻ പറഞ്ഞു. അതൊക്കെ പറയാൻ എളുപ്പമാണ് മോളെ, പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല അതൊന്നും, അറിയാവോ എന്ന് ചോദിച്ചു അച്ഛൻ മോളോട്. പിന്നെ എന്തായാലും ജാനകി ഇന്ന് തന്നെ മൂർത്തിയെയും ഭാര്യയെയും ആ വീഡിയോ കാണിക്കുമല്ലോ, കാണിക്കട്ടെ, അതുവഴി എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാമെന്നും പറഞ്ഞിങ്ങനെ ഈ വേണു പറഞ്ഞപ്പം ഇപ്പം ചിലപ്പോൾ കാരണവരെല്ലാം കണ്ടു കാണുമെന്ന് പറയുവാണ് നമ്മുടെ അനാമിക. പറഞ്ഞു തീർന്നില്ല, അപ്പം തന്നെ ആ മുത്തശ്ശൻ അവിടെ ഇരുന്ന് വീഡിയോ കാണുകയാണ്. മുത്തശ്ശൻ വീഡിയോ കാണുന്നു, ഇവിടെ ഇതെല്ലാം മനസ്സിൽ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ അനാമിക. അത് മുത്തശ്ശിയെയും മുത്തശ്ശൻ കാണിച്ചു. അയ്യോ അവിടെ ഇരുന്ന് ഇനി ഞാൻ എന്താ അച്ഛൻ ചെയ്യേണ്ടത്, അച്ഛൻ തന്നെ പറയാൻ ജാനകി പറയാം, ഒളിയും മറിയൊന്നും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതാരാ നിനക്ക് അയച്ചു തന്നതെന്ന് ചോദിക്കുമ്പം അതാരെങ്കിലും ആയിക്കോട്ടെ അമ്മേ, കൊച്ചുമോൻ്റെ പ്രവൃത്തി ശരിയാണെന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നുന്നുണ്ടോ എന്ന് ജാനകി ചോദിച്ചു. അപ്പം മക്കളായാലും കൊച്ചുമക്കളായാലും തെറ്റിനെ ശരിയാണെന്ന് ഒരിക്കലും ഞങ്ങൾ പറയാറില്ല മുത്തശ്ശിയെന്ന് മുത്തശ്ശൻ പറയുക. അനിയുടെ ദാമ്പത്യത്തിൽ പൊരുത്തക്കേടുകളുണ്ട്, അതാണ് അവൻ ഇങ്ങനെയൊക്കെ നയിക്കുന്നതെന്നും എന്നാലും ഒരു എസ് ഐ ആയ നന്ദു വീണ്ടും വിചാരങ്ങളില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അന്നേരം അതെ, അവളൊരു പെൺകുട്ടിയാ, അതിലുപരി നാളെ ഒരു കല്യാണം കഴിച്ച് മറ്റൊരു കുടുംബത്തിൽ കഴിയേണ്ടതാണെന്നും ആ ഒരു സമയത്ത് ഇത്തരം ദൃശ്യങ്ങളൊക്കെ ദോഷം ചെയ്യില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കാം. കുറേ നാളായിട്ട് ഈ ബന്ധത്തിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടച്ചാ, തീ തിന്ന് കഴിയുകയാണെന്ന് വേണമെങ്കിൽ പറയാമെന്നും നയന നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് ജാനകി പറഞ്ഞു. അന്നേരം അതുമാത്രം നീ പറയരുതെന്ന് മുത്തശ്ശൻ പറഞ്ഞു കേട്ടോ. നയനമോൾ ഒരിക്കലും ഇങ്ങനൊരു വളഞ്ഞ വഴിയിലൂടെ അവളുടെ അനിയത്തെ ഇങ്ങോട്ട് കയറ്റാൻ ശ്രമിക്കില്ല എന്ന് മുത്തശ്ശൻ പറയാം. അന്നേരം അത് ശരിയാ, നീ എന്തിനാ ഇതിനിടയിലേക്ക് നയനമോളെ വലിച്ചഴിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അന്നേരം ചോദിച്ചു. ഇതിനൊക്കെ കാരണക്കാരി നിന്റെ മരുമകളാണെന്ന് നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, അവളുടെ ഭാഗത്തെ ഒരുപാട് തെറ്റുണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശൻ. എൻ്റെ മോൻ്റെ ഇനി നന്ദുവിൻ്റെയും ഭാഗത്ത് തെറ്റുകൾ മറച്ചു വെച്ചിട്ട് എൻ്റെ മരുമകളെ മാത്രം തെറ്റുകാരിയാക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ജാനകി വലിയ കുട പിടിച്ച് സംസാരിക്കാം. എൻ്റെ മരുമകളെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് അവളെ നയിക്കുന്നത് അച്ഛൻ്റെ കൊച്ചുമോൻ തന്നെയാണെന്നും പറഞ്ഞ് ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ ശരി ശരി, അവനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചോളാം, അതുവരെ നിന്ന് ക്ഷമിക്കാൻ പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ തിരക്കാൻ മാത്രം പോരാ, അവനെ അച്ഛൻ താക്കീത് ചെയ്തേ പറ്റൂ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നരക്കാൻ പാടില്ലാത്തൊരു ബന്ധത്തിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല എന്ന് തന്നെ ജാനകി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുക. വലിയ ആൾ കളിച്ച് മുത്തശ്ശന് മുന്നിൽ കാണിക്കാൻ വന്ന, പക്ഷെ മുത്തശ്ശൻ പറയുന്നത് കേട്ട് ജാനകി ഞെട്ടിപ്പോയി. അപ്പം അനിയുടെ ജീവിതം തുലാസിലായല്ലോ, ഇനി അനിയും അനാമികയും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ പറ്റുമോ എന്ന് മുത്തശ്ശനോട് ചോദിച്ചപ്പോൾ മുത്തശ്ശൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞു, ഇതെല്ലാം സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേര് ബൈക്കിന് ഇങ്ങനെ വരുന്നു. അപ്പോൾ നന്ദുവൊക്കെ അവിടെ ഇങ്ങനെ പെട്രോളിങ്ങിന് ഇറങ്ങി നിൽക്കുക. അപ്പോഴാണ് 3 പേര് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിന് വരുന്നത്. അവരെ പിടിച്ച് നിർത്തി അവിടെ. അങ്ങനെ 3 പേരെ അവിടെ പിടിച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ നന്ദുവിനോട് ഒരുപാട് ഇതായിട്ട് ഇവരിങ്ങനെ സംസാരിക്കുക, സാറേ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു. നന്ദു ആണെങ്കിൽ അവന്മാരെ എടുത്തിട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുക.
അങ്ങനെ ഇവരെല്ലാവരും കൂടി ഈ നന്ദു ഇവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനി അതുവഴി വരുന്നത്. അനി അതുവഴി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നന്ദു നിൽക്കുന്നു. നന്ദുവിനെ കണ്ടപ്പോൾ അനി വണ്ടി അവിടെ നിർത്തി. എന്നിട്ട് വലിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്കും അനിയുടെ അടുത്തേക്ക് ചെന്നു നന്ദു. ആ സമയത്ത് നീ എന്തിനാ അനി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? നീ കാരണം അമിതമായ ടെൻഷൻ ഞാൻ അനുഭവിക്കുന്നുണ്ട് അനി എന്ന് നന്ദു പറയുമ്പോൾ, നന്ദു അതിനേക്കാളും ടെൻഷൻ എനിക്കുണ്ട്. നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നന്ദു. നിന്നെ ഞാൻ ശല്യം ചെയ്യാതിരിക്കാം, മനഃപൂർവ്വം നിന്റെ അരികിലേക്ക് വരാതിരിക്കാനും ശ്രമിക്കാമെന്ന് അനി പറയൂ കേട്ടോ. പക്ഷേ നിന്നെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണമെന്നും പിന്നെ അതുപോലെ നിന്നെ കാണണമെന്ന് തോന്നുമ്പോഴേ എനിക്കൊന്ന് കാണുകയും വേണമെന്നൊക്കെ അനി പറയാം. അപ്പം നിനക്കറിയാലോ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന്. പിന്നെ അതുകൊണ്ട് നിനക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ നിന്റെ മുന്നിലേക്ക് വരാനൊന്നും എനിക്ക് പറ്റില്ല അനിയെന്ന് നന്ദു പറഞ്ഞു. അപ്പം ശരി വേണ്ട, ഞാൻ നിന്റെ മുന്നിലേക്ക് വന്നോളാമെന്ന് അനി പറയുന്നു. അതൊന്നും പറ്റില്ലെന്നല്ലേ ഞാൻ നിന്നോട് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നന്ദു എന്നെ വെറുതെ വാശി പിടിപ്പിക്കരുതെന്നും പറഞ്ഞ് അനി വീണ്ടും നന്ദുവിനോട് പറയുക കേട്ടോ. എടോ നിന്റെ സമയവും സന്ദർഭവും ഒത്തു വരുമ്പോൾ ഞാൻ നിന്നെ വന്ന് കണ്ടോളാമെന്നാണ് പറഞ്ഞതെന്ന് അനി നന്ദുവിനോട് പറയുക കേട്ടോ. അതായത് SI സാറ് ഫ്രീ ആകുന്ന സമയത്ത്. പിന്നെ ലോകത്തുള്ള എല്ലാ പോലീസുകാരും 24 മണിക്കൂറും എൻഗേജ്ഡ് ആണോ എന്ന് ചോദിച്ചു. പോലീസുകാർക്ക് അങ്ങനെ അവധി എടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് നന്ദു പറയുമ്പോൾ നീ എന്നെ നിയമം ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. എൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. നിനക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറാനും കോടതി കയറാനും ഇനിയിപ്പോൾ ജയിലിൽ കിടക്കാനും ഞാൻ ഒരുക്കമാണെന്നൊക്കെ അനി അങ്ങ് പറഞ്ഞു. ദൈവമേ നന്ദു ഞെട്ടി നിൽക്കുക കേട്ടോ. പിന്നെ നിനക്കെന്നെ കാണാതിരിക്കണമെങ്കിൽ നീ എന്നെ ജയിലിൽ കിടത്തുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴും വെറുതെ കിടത്തിയാലൊന്നും പോരാ കേട്ടോ. ഇനി ഒരിക്കലും ഇവൻ പുറത്തിറങ്ങാത്ത രീതിയിൽ വേണം കേസ് ഫയൽ ചെയ്യാനും കേട്ടോ എന്നും അനി ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ കേട്ടോ നന്ദുവിനെ ദേഷ്യത്തിൽ നിൽക്കാം. അല്ലെങ്കിൽ തൂക്കിലേറ്റാൻ ഭാഗത്തിന് എന്തെങ്കിലും ഒരു കേസ് എൻ്റെ തലയിൽ കെട്ടിവെക്കുകയും വേണം. അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ കാണും മോളെ എന്നും അനി ഇങ്ങനെ പറയുക. അത് കേട്ടപ്പം അനി നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ വിഷമിപ്പിക്കാനും സങ്കടപ്പെടുത്താനും ഒന്നും എനിക്കിനി പറ്റില്ല എന്നും നന്ദു അനിയോട് പറഞ്ഞു. പിന്നെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നിന്നെ എനിക്കിപ്പോൾ ഭയമാണെന്ന് നന്ദു പറഞ്ഞപ്പം അത് കേൾക്കുന്നതിൽ എനിക്ക് ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് നന്ദുവിനോട് അന്നേരം അനിയും പറഞ്ഞു. പക്ഷേ അതേപോലെ എനിക്ക് ഭയവും ഉണ്ട്. നീ ഇങ്ങനെ കാക്കിയിട്ട് നടക്കുന്നതിനിടയിൽ എന്നെ മറന്നു പോകുമോന്ന്. പിന്നെ ആ ഒരു കാക്കിക്കുള്ളിൽ ഒരു ഹൃദയമുണ്ട്, മനസ്സുണ്ട്. ആ മനസ്സിൽ ഞാൻ വേണമെന്നൊക്കെ അനി ഇങ്ങനെ നിർബന്ധം പിടിക്കാൻ നന്ദുവിൻ്റെ മുന്നിൽ. നന്ദു ഇങ്ങനെ ആകെ തല കറങ്ങി നിൽക്കുക. നീ ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞോന്ന് ചോദിച്ചപ്പം ഇല്ല പറഞ്ഞില്ല, പക്ഷേ അതെനിക്ക് നേരിട്ട് ബോധ്യപ്പെടണമെന്ന് അനി നന്ദുവിനോട് പറയുക കേട്ടോ. നീ ഇപ്പോൾ പോകുന്നതിന് ഞാൻ നിനക്ക് എന്തെങ്കിലും തരണമെന്ന് ചോദിച്ചപ്പം അല്ല നീ ഇവിടെ ചെക്കിംഗ് ഒക്കെ നടത്തുകയല്ലേ, ഞാനേ മാറി നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു അനി നമ്മുടെ വീഡിയോ നിന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തത് അനാമികയുടെ അച്ഛനാണെന്ന കാര്യം പറഞ്ഞു നന്ദു. അതിന് ഞാൻ അവളുടെ വീട്ടിൽ പോയി അവളെ തല്ലിയിട്ടാണ് വരുന്നതെന്ന് ഇങ്ങനെ പറയുമ്പം ഓ അത് കൊള്ളാമല്ലോ, എന്നാൽ പിന്നെ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ട് വേണ്ടായിരുന്നു പോകാനെന്ന് ചോദിച്ചു അനി. എന്നാൽ പിന്നെ ഞാനും വന്ന് ആ കാഴ്ച കാണുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അവളെ മാത്രമല്ല അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കാരണത്ത് ഓരോന്ന് പൊട്ടിക്കണമായിരുന്നല്ലോ എന്നൊക്കെ അനി ഇങ്ങനെ പറയുമോ. ഞാൻ ചെയ്യേണ്ടതാ നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞു. നിനക്ക് വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ ആയിരിക്കും അവർ വിചാരിക്കുന്നത്. പക്ഷേ എന്നെ അപകീർത്തിപ്പെടുത്താൻ അയാൾ മനഃപൂർവ്വം ശ്രമിച്ചതിനാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് നന്ദു അന്നേരം പറയുക കേട്ടോ. അങ്ങേരുടെ മുന്നിൽ വെച്ചാ ഞാൻ അവരെ അടിച്ചത്. അതുകൊണ്ട് നിന്റെ വീട്ടിൽ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവണം, അങ്ങനെ പൊട്ടിത്തെറിച്ച് അവൾ പുറത്തു പോകണം, അതാ ഇപ്പം എൻ്റെ ആവശ്യമെന്ന് അനി നന്ദുവിനോട് പറയുവാണ്. നന്ദു അതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതുകൊണ്ട് നീ ഇനിയും ഇതുപോലൊക്കെ തന്നെ ചെയ്യണമെന്നും അനി പറയും കേട്ടോ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി ഇതുവരെ ഉണ്ടായിട്ടില്ല, സ്നേഹിക്കാത്ത ഒരുത്തെ സഹിക്കേണ്ട ഗതികേടിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നമ്മളെ സ്നേഹിക്കുന്നവരെ സങ്കടപ്പെടുത്തരുത് എന്നൊരു തോന്നലുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പ്രഷറൊക്കെ അനുഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം. പിന്നെ നിന്റെ പണി നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാമെന്നും പറഞ്ഞ് അനി അങ്ങ് പോകുമ്പോൾ എടാ നീ പോടാ അനി, ഇവിടെ നിൽക്കല്ലേടാ അനി എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പോകുന്നില്ല, ഞാൻ വായി നോക്കട്ടെടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അങ്ങ് മാറി നിൽക്കുക. ആ സമയത്താണ് നന്ദു ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കും. നന്ദുവിനാണെങ്കിൽ ആകെ ഒരു ടെൻഷനും കാര്യങ്ങളുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരും കേട്ടോ. ഇപ്പോൾ പോലീസുകാർ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഈ കൂടെയുള്ള പോലീസുകാർ മേഡം നല്ല ശല്യമാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അവർക്ക് ഫൈനോ കിട്ടോ ഇട്ട് മേഡം എന്ന് പറഞ്ഞു. പിന്നെ നന്ദുവിന് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ജോലിയിൽ. നന്ദു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അനിയെ ഇടയ്ക്കിടയ്ക്ക് നോക്കി നിൽക്കാം. ഇനി അവനെ പിണക്കാൻ പറ്റില്ല, പിന്നെ അവൻ എന്ത് ചെയ്യുമെന്നറിയില്ല എന്ന് നന്ദു മനസ്സുകൊണ്ട് അന്നേരം തീരുമാനിക്കാം. അതിനുശേഷം പിന്നെ നന്ദു തൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയും അഭിയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ നിന്നെപ്പറ്റി കേൾക്കാൻ ഈ വീട്ടിൽ ആർക്കും ഒരു താല്പര്യമില്ല എന്ന് നവ്യ ഇങ്ങനെ അഭിയോട് പറയും കേട്ടോ.
അവരുടെയൊക്കെ സംസാരം കേട്ടാൽ തോന്നും നീയാണ് പ്രതിയെന്ന്. പ്രതിയോ? അല്ല, എന്തൊക്കെയാ നീ പറയുന്നതെന്ന് ചോദിച്ചു അഭി അന്നേരം നവ്യോട്. അല്ല, അനഘ എന്ന പെൺകുട്ടിയോട് തെറ്റ് ചെയ്തതേ നീയാണെന്ന് തോന്നുമെന്നാ ഞാൻ പറഞ്ഞത് എന്ന് നവ്യ പറയുമ്പം നിന്റെ അച്ഛൻ്റെ അമ്മയുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ടെന്ന് പറഞ്ഞു അഭി. ഒരു തെറ്റും ചെയ്യാതെ തന്നെ എന്നോട് ഈ രീതിയിലാണ് നീരസം കാണിക്കുന്നതെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നെങ്കിലോ എന്ന് ചോദിച്ചു. നിന്റെ ആദർശേട്ടനെ എന്തോ മന്ത്രവാദം വശമുണ്ടടാ, അതുകൊണ്ടാ ഇവിടെയുള്ള എല്ലാവരും അങ്ങേരെ ഇഷ്ടപ്പെടുന്നത് നീ. നവ്യ അന്നേരം അഭിയോട് പറയുവാണ്, ഇവിടെ തന്നെ നിങ്ങൾ 2 കൊച്ചുമക്കളുടെ കാര്യം പോട്ടെ, നിന്റെ അമ്മാവന്മാർ 2 പേരില്ലേ, അവരെ പോലും കമ്പനി ഏൽപ്പിക്കാതെയല്ലേ അയാൾക്ക് കമ്പനി തീരെഴുതി കൊടുത്തതെന്നൊക്കെ ചോദിക്കുക. അപ്പോഴത്തേക്കും ജലജ അങ്ങോട്ടേക്ക് വരുമോ ഇത് കേട്ടുണ്ട്. അവൻ അതുപോലെ മാന്യമായിട്ട് ഇടപെടാൻ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പം അറിഞ്ഞോ 2 ആളുമോ എന്ന് ചോദിച്ചാൽ ജലജ വരുന്നത്. ജാനകി കൊണ്ടുപോയി അച്ഛനെയും അമ്മയെയും കാണേണ്ട രംഗങ്ങളൊക്കെ കാണിച്ചു എന്ന് പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് അബി ഇങ്ങനെ നിൽക്കുക. നന്ദു അനിയും തമ്മിലുള്ള രംഗങ്ങൾ അപ്പോഴത്തേക്ക് അബിക്ക് മനസ്സിലായി പിടിപ്പെട്ടു എന്ന്. അയ്യോ മുത്തശ്ശൻ അത് കണ്ടോ എന്ന് നവ്യ ചോദിച്ചപ്പോൾ പിന്നെ കാണണ്ടേ, എന്ത് തോന്നിയവാസം അവനും അവളും കൂടെ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ജലജ. രാത്രിയാണെങ്കിലും അമ്പലമുറ്റത്ത് വെച്ചാ 2 പേരും തമ്മിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ ഊതിപ്പെരുപ്പിക്കാം. പറയാൻ തന്നെ എനിക്ക് അറപ്പ് തോന്നുകയാണെന്നൊക്കെ പറഞ്ഞു. അയ്യോ അബിക്ക് പേടിയായി തുടങ്ങി. അച്ഛനും അമ്മയും എന്തായാലും ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ കണ്ണിൽ നീ മാത്രമാണല്ലോ കൊള്ളരുതാത്ത കൊച്ചുമ്മൻ. അതിനെന്താ, അനിയനും ചേട്ടനും തമ്മിലേ ഇപ്പൊ തെറ്റുകൾ ചെയ്യുന്ന കാര്യത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഇവിടെ ആദർശേട്ടനോടും അനിയോടും ആണല്ലോ ഇവിടെ എല്ലാവർക്കും താല്പര്യം കൂടുതലെന്ന് നവ്യ ചോദിക്കുമ്പം അത് ഇന്നലെയും തുടങ്ങിയ താല്പര്യമൊന്നും അല്ലല്ലോ നവ്യ, അവരൊക്കെ ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങനെയാണെന്നും പിന്നെ അന്യ കുടുംബത്തിൽ നിന്ന് ദത്തെടുത്ത എന്നോട് എല്ലാവരും കാണിക്കുന്ന അവഗണന ഇവനോടും കാണിക്കുന്നുണ്ടെന്നും ജലജ പറയുന്നു. പക്ഷേ ഇത് അച്ഛൻ അങ്ങനെ വെറുതെ വിടുന്നു തോന്നണില്ല. അനാമിക പിണങ്ങിപ്പോയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ അനാമികയുടെ ഭാഗത്താണ് ന്യായമെന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായിട്ടുണ്ടെന്നും ജലജ പറഞ്ഞു. അപ്പോൾ അവളുടെയും ഈ പറയുന്ന അത്ര നല്ല സ്വഭാവമൊന്നും അല്ലെന്ന് നവ്യ പറഞ്ഞു. പിന്നെ ഇവിടെ അവളെ ന്യായീകരിച്ചേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ നീ എന്തൊക്കെയാണ് നവ്യ ഈ പറയുന്നത്? അനിയും നന്ദുവും തമ്മിൽ നിൽക്കുന്നത് പോലെ എന്നെയും വേറൊരു പെൺകുട്ടിയെയും കൂടി വേറെ എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ടാൽ നീ സഹിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം സഹിക്കില്ല എന്ന് മാത്രമല്ല പിന്നെ നീ ജീവിച്ചിരിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല എന്ന് നവ്യ അബിയോട് പറഞ്ഞു. അബി ഞെട്ടി. അതിപ്പം ഞാനെന്നല്ല വേറൊരു പെൺകുട്ടിക്ക് മാത്രയും സഹനശേഷി ഒന്നും കാണത്തില്ല എന്നും പറഞ്ഞു. അനാമികയുടെ അച്ഛനും അമ്മയില്ലേ ഇതത്ര നിസ്സാരമായിട്ട് കാണുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്നും പറഞ്ഞു ജലജ. ഇവിടെ ന്യായം അനാമികയുടെ ഭാഗത്തും മാത്രമാണെന്നും പറഞ്ഞിങ്ങനെ പറയണം. പിന്നെ ദേ മറ്റേത് പെൺകുട്ടികളാണെങ്കിലും ഇപ്പോൾ ബന്ധം പിരിയുമെന്ന് മാത്രമല്ല അനിയെ കോടതി കയറ്റുകയും ചെയ്തേനെന്ന കാര്യങ്ങളും പറഞ്ഞ് ജയിലിൽ പോകാനും മാത്രം തെറ്റവൻ ചെയ്തു കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് ജലജ സംസാരിക്കുമ്പോൾ വയസ്സാം കാലത്തെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാലൊക്കെ എടുത്ത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് അബി. ഞാനായിരുന്നു ഈ വീട്ടിലെ മുടിയനായ പുത്രൻ. ഇപ്പോൾ ആദർശും അനിയും കാരണം മുത്തശ്ശന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആദർശ് അനഘ എന്ന പെൺകുട്ടിയോട് ചെയ്ത ചതിക്ക് അച്ഛൻ്റെ സ്വഭാവം വെച്ചിട്ട് അവനെ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞതാണെന്ന് പറഞ്ഞു ജലജ. ഇപ്പോൾ അനന്തപുരി തറവാട്ടിലെ കാരണവര് പഴയ അനന്തപൂർത്തിയുടെ നിഴൽ മാത്രമാണെന്നും ചില ആദർശ ധീരന്മാരായ രാഷ്ട്രീയക്കാരെ പോലെ കൊച്ചുമോൻ്റെ കാര്യം വന്നപ്പോൾ നിന്റെ മുത്തശ്ശൻ്റെ ആദർശമൊക്കെ അങ്ങ് അലിഞ്ഞില്ലാണ്ടായി പോയില്ലേ എന്നൊക്കെ ചോദിച്ച് ഇപ്പം തരക്കേടില്ലാത്ത ഒരു നല്ല അവസരവാദിയാണ് അനന്തമൂർത്തി എന്നും പറഞ്ഞ് പിന്നെ നിന്റെ അനിയത്തിയും അനിയനും തമ്മിലുള്ള രംഗങ്ങൾ കണ്ടിട്ട് അങ്ങേരെ എന്ത് തീരുമാനം എടുക്കുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ജലജ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അബി അന്നേരം നവ്യോട് പറയുകയാണ് അവന് പല ന്യായീകരണങ്ങളും നിരത്താൻ കാണും, പക്ഷെ ആ ന്യായീകരണങ്ങളൊന്നും അവൻ്റെ ഭാര്യയായ പെൺകുട്ടിക്ക് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ഇനി ആ ബന്ധം നന്നായിട്ട് പോകില്ല നവ്യ എന്നും പറഞ്ഞ് തറപ്പിച്ച് തന്നെ അബി പറയുക. അവർ മിക്കവാറും ബന്ധം പിരിയുമെന്ന് ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നന്ദി.